ഇപ്പം വന്ന ഫോണ് വല്ലാതെ ഞെട്ടിച്ചു. ഞാൻ നന്നായി അറിയാവുന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. കല്യാണമൊക്കെ കഴിഞ്ഞ് കണക്കൂട്ടി നോക്കുമ്പോൾ ഭീമമായ സംഖ്യ കടപ്പെട്ടിരിക്കുന്നു. കടം വീട്ടാൻ മാർഗമില്ലാതെ വീടും പറമ്പും പണയം വെക്കേണ്ട ഗതികേടിലാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ. കല്യാണങ്ങളാണെങ്കിലും വീട് വെക്കലുകളാണെങ്കിലും സൽക്കാരങ്ങളാണെങ്കിലും വാഹനങ്ങൾ വാങ്ങലാണെങ്കിലും എല്ലാം ചെയ്യുന്ന സമയത്ത് പലതവണ ആലോചിക്കുക, എൻ്റെ സാമ്പത്തിക കപ്പാസിറ്റി എത്രയാണ്. എൻ്റെ സഹോദരൻ 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഉണ്ടാക്കിയത്. എൻ്റെത് 12,000 ആവട്ടെ എന്ന് ചിന്തിക്കുന്നതിൻ്റെ പകരം സഹോദരൻ്റെ സാമ്പത്തിക കപ്പാസിറ്റി എത്രയെന്ന് നോക്കുന്നത്, എൻ്റെ സാമ്പത്തിക കപ്പാസിറ്റി എത്രയാണ്. ഞാൻ വീടുണ്ടാക്കുന്നത് മനസ്സമാധാനത്തിനും സന്തോഷത്തിനുമാണ്. എന്നാൽ കടം വാങ്ങി ലോണെടുത്ത് ആ വീട് എൻ്റെ സ്വസ്ഥത തകർക്കുന്നതാവരുത്. മറിച്ച് എൻ്റെ സാമ്പത്തിക കപ്പാസിറ്റിക്ക് എൻ്റെ കൈവശം എനിക്ക് പരമാവധി സ്വരൂപിച്ചാൽ 15 ലക്ഷമേ എനിക്ക് സ്വരൂപിക്കാൻ കഴിയൂ. എങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ അനുജൻ 15 കോടിയുടേതാണെങ്കിലും എനിക്ക് 15 ലക്ഷം രൂപയുടെ വീട് കൊണ്ട് ഞാൻ മതിയാക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും ആത്മഹത്യാ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കേണ്ടതിലേക്ക്, നാട് വിട്ടോടിപ്പോകേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ സാമ്പത്തിക കപ്പാസിറ്റി മനസ്സിലാക്കി അവൻ്റെ വീടുകളും അവൻ്റെ സൽക്കാരങ്ങളും കല്യാണങ്ങളും വാഹനങ്ങളും അവൻ്റെ സാമ്പത്തികമെല്ലാം അതിനനുസരിച്ച് തീരുമാനിക്കുക. പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കുല്ലുമാ അംഫഖബിനു ആദം ഫി തുറാബ് ഫഹുവ വബാലുൻ ലഹു യൗമൽ ഖിയാമ ഇല്ലാ മാ. മണ്ണിൽ ചെലവഴിക്കുന്നതെല്ലാം, നിർമ്മാണങ്ങളെല്ലാം നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഇല്ലാമ, ഓരോരുത്തർക്കും യോജിച്ചും ആവശ്യമായതും അനിവാര്യമായതും ഒഴികെ. അത് അപ്പുറമാണെങ്കിൽ, അത് തീർച്ചയാണെങ്കിലും അവനവൻ ഒരു പൊതുപ്രവർത്തകനാണ്, പ്രശസ്തനാണ്, ധാരാളം ആളുകൾ അവൻ്റെ വീട്ടിൽ വരാനുണ്ട്. അതിൽ സ്വീകരിക്കാൻ അവർക്ക് ആവശ്യമായ സാമ്പത്തിക കപ്പാസിറ്റി ഉണ്ട്. എങ്കിൽ അവനുണ്ടാവണം. എനിക്ക് 10 മക്കളുണ്ട്, 10 റൂം വേണ്ടതുണ്ട്. എന്നാൽ ഈ 10 മക്കളുള്ള ഒരാളുണ്ടാക്കുന്ന വീട് പോലെ ഒറ്റ മക്കളുമില്ലാത്തവൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അവനവൻ്റെ ആവശ്യങ്ങളും സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങളും മനസ്സിലാക്കിയാവണം എല്ലാം ചെയ്യേണ്ടത്.